തൃപ്പക്കുടം മഹാദേവ ക്ഷേത്രം. എറണാകുളം ജില്ലയിലെ അരയൻകാവിനടുത്തെ പ്രത്യേകതകൾ ഏറെയുള്ള ക്ഷേത്രം. ഒരു പീഠത്തിൽ ഇരട്ട ശിവലിംഗ പ്രതിഷ്ഠയുള്ള അപൂർവ ക്ഷേത്രം. ഉഴുത്വാൽ പട്ടത്തിരിയുമായി ബന്ധപ്പെട്ട ഐതിഹ്യം. പാർവതീമംഗലം എന്ന വിശേഷ വഴിപാട്. അകത്തെ തീർത്ഥം പ്രസാദമായി എല്ലാവർക്കും നൽകുന്നു. പാർവതീദേവി തിടപ്പള്ളിയിൽ നേദ്യമൊരുക്കുന്ന ക്ഷേത്രം. സർവമംഗളങ്ങളും ലഭിക്കാൻ പാർവതീമംഗളം വഴിപാട് പ്രധാനം. ശക്തൻ തമ്പുരാന്റെ സംശയങ്ങൾ ദൂരീകരിച്ച പുണ്യഭൂമി. മഹാവിഷ്ണുവും ക്ഷേത്രത്തിൽ പ്രത്യേക സാന്നിധ്യമാകുന്ന എറണാകുളത്തെ അരയൻകാവിനരികിലെ തൃപ്പക്കുട ക്ഷേത്രവിശേഷങ്ങൾ കാണാം ഈ വീഡിയോയിൽ. വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിൽ ബ്രാഹ്മണാധിപത്യം നിലനിന്നിരുന്ന കാലം. രാമമംഗലം, തോട്ടറ, മുരിയമംഗലം എന്നീ പ്രദേശങ്ങൾ ചേർന്ന ഭാഗത്തിനെ വേദനാട് എന്ന് വിളിച്ചു വന്നു. ചോറ്റാനിക്കര ഭഗവതിയാണ് വേദനാടിൻ്റെ ഗ്രാമപരദേവത. പന്നിയൂർ ഗ്രാമത്തിൽ നിന്നും വന്ന നമ്പൂതിരിമാരായിരുന്നു വേദനാട് ഭരിച്ചിരുന്നത്. വേദജ്ഞാനികളുടെ വേദനാട്ടിൽ തോട്ടറ ഭാഗത്ത് സാത്വികരും ഈശ്വരഭക്തരുമായ അനവധി ബ്രാഹ്മണർ താമസിച്ചിരുന്നു. ഇവരിൽ പ്രധാനിയായിരുന്ന ഉഴുത്വാൽ പട്ടത്തിരി എന്ന ധന്യാത്മാവിനെ ചുറ്റിപ്പറ്റിയാണ് തൃപ്പക്കുടം മഹാദേവ ക്ഷേത്ര ഐതിഹ്യമുള്ളത്. ക്ഷേത്രങ്ങളിലെ ബലിക്കൽപുരയുടെ മുകൾത്തട്ടിൽ സാധാരണ ബ്രഹ്മാവ്, അഷ്ടദിക്പാലകർ, നവഗ്രഹങ്ങൾ, പത്മം ആണ് ഉണ്ടാവുക. ഇവിടെയാകട്ടെ 1000 ഇതളുകളുള്ള താമരയിലെ ഭഗവതി മാത്രം. ദേശത്തെ വടക്കുംനാഥന്റെ പരമഭക്തനായ ഉഴുത്വാൽ ഭട്ടത്തിരി വടക്കുംനാഥ ക്ഷേത്രത്തിൽ ഭജനമിരിക്കുകയും അപ്പോൾ അമ്മയ്ക്ക് അസുഖം പിടിപെട്ടതിനാൽ ഭജനമിരിക്കൽ പൂർത്തിയാക്കാതെ തിരികെ പോരേണ്ട അവസ്ഥയിൽ വളരെയധികം മനോവിഷമത്താൽ ഭഗവാനോട് പുത്രധർമ്മത്താൽ എനിക്ക് ഭജനം പൂർത്തിയാക്കാതെ തിരികെ പോകേണ്ടി വന്നിരിക്കുന്നു. അതിനാൽ അങ്ങയെ നിത്യവും ദർശിക്കാൻ അവസരം തരണമേ എന്ന് കണ്ണീരോട് അപേക്ഷിക്കുകയും നാട്ടിലേക്കുള്ള യാത്രയിലെ നിദ്രയിൽ അങ്ങയുടെ ഭക്തിയിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു, അങ്ങയുടെ സമീപം ഞാൻ അവതരിക്കുമെന്ന് അശരീരിയിൽ പറഞ്ഞു. തിരികെ നാട്ടിലെത്തി തൻ്റെ ഓലക്കുടക്കരയിൽ വെച്ച് ഒരു കുളത്തിൽ ദേഹശുദ്ധിക്കായി ഇറങ്ങുകയും തിരികെ വന്ന് കുടയെടുത്തപ്പോൾ അത് പൊക്കുവാൻ കഴിയാതെ വന്നു. ഓലക്കുടയുടെ സ്ഥാനത്ത് അദ്ദേഹം ശിവലിംഗം ദർശിക്കുകയും ഇതൊരു സ്വയംഭൂ സാന്നിധ്യമാണ് എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. ഇത് ഇരുന്നത് പുതുവാമന, തിട്ടപ്പള്ളി എന്നീ 2 കുടുംബങ്ങളുടെ അതിർത്തിയിലാണ്. അതിനാൽ തൻ്റെ ദേശത്തേക്ക് ഈ ശിവലിംഗത്തെ മാറ്റുവാനായി ഒരു ആനയെ കൊണ്ടുവന്ന ശിവലിംഗത്തെ അവിടുന്ന് എടുക്കുവാൻ നോക്കി. ഇതിൽ ക്ഷുബ്ധനായ ഭഗവാൻ ആനയെ നോക്കുകയും ആന വിഭ്രാന്തിയോടെ ഇവിടെയുള്ള കുളത്തിൽ ചാടുകയും ഒരു കല്ലായി മാറുകയും ചെയ്തു. ഇന്നും ഈ കുളം വറ്റുന്ന സമയത്ത് ആനയുടെ രൂപത്തിലുള്ള കല്ല് നമുക്ക് കാണാം. ആന വിളിച്ചപ്പോൾ ഭഗവാൻ കുപിതനായതിനാൽ ശിവലിംഗം 2ആയി പിളരുകയും അങ്ങനെയാണ് ഇവിടെ ഒരു പീഠത്തിൽ ഇരട്ട ശിവലിംഗം വന്നത്. ഇപ്പോഴും ക്ഷേത്രത്തിൻ്റെ കന്നിമുലയിൽ ഒരു ദീപം തെളിയിച്ചു വയ്ക്കും, ഉഴുത്വാൽ ഭട്ടത്തിരിയുടെ ഓർമ്മയ്ക്കായി. സാധാരണയായി കാണുന്ന ഒരു മഹാദേവ ക്ഷേത്രം. എന്നാൽ ഇവിടുത്തെ ശില്പനിർമ്മാണ രീതി നോക്കിയാൽ ഏകദേശം 600 വർഷം പഴക്കമുണ്ടാകും ഈ ക്ഷേത്രത്തിന്. തൃപ്പക്കുടം മഹാദേവ ക്ഷേത്രത്തിന് കുറച്ചു ദൂരെ സ്ഥിതി ചെയ്യുന്ന താമരക്കാട്ട് മനയിലെ ഒരു നമ്പൂതിരിയാണ് ഇന്നത്തെ നിലയിലുള്ള ക്ഷേത്രം നിർമ്മിച്ചത്. ചെറിയൊരു ക്ഷേത്രമായിരുന്നു അത്. പിന്നീട് ക്ഷേത്ര ഊരാൺമക്കാരായ തിട്ടപ്പള്ളി, ഉഴുത്വാൽ, പുതുവാമന 1000 പറക്കുള്ള ഭൂസ്വത്ത് ക്ഷേത്രത്തിന് നൽകുകയും ക്രമേണ ക്ഷേത്രം അഭിവൃദ്ധിപ്പെടുകയും ചെയ്തു.
ഗണപതിയും ശാസ്താവുമാണ് ക്ഷേത്രത്തിലെ ഉപദേവതകളിൽ പ്രാധാന്യം. കുംഭമാസത്തിലെ ഉത്രട്ടാതി കൊടികയറി തിരുവാതിര ആറാട്ടോടെ സമാപിക്കുന്നതാണ് ഇവിടുത്തെ ഉത്സവം. കിരാതമൂർത്തി സാന്നിധ്യമുള്ള ശിവലിംഗങ്ങൾ കുടികൊള്ളുന്ന ഈ ക്ഷേത്രത്തിൽ ശിവനും പാർവതിക്കും തുല്യ പ്രാധാന്യമുള്ള ക്ഷേത്രമെന്ന പ്രത്യേകതയുള്ളതിനാൽ ഉമാമഹേശ്വര പൂജയ്ക്ക് വളരെയധികം പ്രാധാന്യമാണിവിടെ. ഇനിയും വരാം കാണാ കാഴ്ചകളുമായി.